Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവമിത്രമാക്കുന്ന ജ്ഞാനം എന്നതിനെ കുറിച്ചാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമുക്ക് ഏറ്റു പറയാം. ജ്ഞാനം ഓരോ തലമുറയിലും വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും പ്രബോധനവും നിറയും. അനേകരിൽ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കും. അനേകരിൽ വിടുതലും സൗഖ്യവും സംഭവിക്കും. ഒരു കുടുംബത്തിലുണ്ടായ അനുഭവം ശ്രദ്ധിക്കാം. അവർ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ദൈവം അവർക്കായി ഒരു ജ്ഞാനത്തെ പകർന്നു. ആ ജ്ഞാനം അവരുടെ കുടുംബത്തിൽ അവരുടെ മകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എങ്ങനെ ഉപകാരപ്പെട്ടു. മാതാപിതാക്കൾ വന്ന് ധ്യാനം കൂടിയപ്പോൾ അവർക്ക് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജ്ഞാനം നിറഞ്ഞു. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. വീട്ടിൽ ചെന്നു, ഗർഭിണിയായ മകൾക്കൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഈ ഹൃദയത്തിൽ നിറഞ്ഞ ജ്ഞാനം കുടുംബത്തിന് രക്ഷയായി മാറി. അവര് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഈ ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജെസ്സി, കോയമ്പത്തൂരിൽ നിന്നാണ്. എനിക്ക് മലയാളം അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാൻ തമിഴിൽ പറയാം എൻ്റെ സാക്ഷ്യം. പറഞ്ഞോ. எனக்கு கல்யாணம் ஆகி 4 வருஷம் ஆச்சு. நான் 2 தடவை கன்சீவ் ஆயும் 2 தடவையும் எனக்கு குழந்தை கிடைக்கல. முதல் தடவை குழந்தை வளர்ச்சி இல்லைன்னு சொல்லி டிஎன்சி பண்ண சொல்லிட்டாங்க. 2வது குழந்தை 6 மாதம் வரைக்கும் இருந்து எனக்கு ப்ரெஷர் ஜாஸ்தியாகி கிட்னி ஃபங்க்ஷன் ஸ்டாப் ஆனதுனால அந்த குழந்தையும் இறந்து பிறந்தது. இப்போ 3வதாக இந்த குழந்தை கன்சீவ் ஆயிருந்தேன். அப்போவும் டாக்டர் ஸ்கேன் பண்ணப்போ சொன்னாங்க பிளட் சர்க்குலேஷன் ரொம்ப கம்மியாக இருக்குது, இந்த குழந்தையும் கிடைக்கிறது ரொம்ப கஷ்டம், எதுக்கும் நீங்கள் ட்ரீட்மெண்ட்டில் இருங்க, இன்ஜெக்ஷன் த்ரூ அவுட் 3 மாதத்துலேருந்து 9 மாதம் வரைக்கும் போடணும், நம்ம கிடைச்சா கண்டிப்பாக கிடைக்கும், இல்லாட்டினா கஷ்டம்தான் சொன்னாங்க. என்னோட அண்ணா, என்னோட ஃபேமிலியிலேருந்து அத்தனை பேரும் இந்த சர்ச்சில் வந்து ப்ரே பண்ணாங்க. அப்போ என்கிட்ட சொன்னாங்க, இங்கேருந்து ஹோலி வாட்டர் கொண்டு வந்திருக்கேன், நீ அதை எப்பவும் உனக்கு கஷ்டம் வரும்போதெல்லாம் நீ அதை யூஸ் பண்ணு, கண்டிப்பாக கடவுள் இந்த குழந்தை உனக்கு தருவார், ஆனால் இந்த குழந்தை நல்லபடியாக பிறந்தா நீங்கள் வந்து சாட்சியம் சொல்லணும்னு சொல்லியிருந்தாரு. இந்த குழந்தை எனக்கு நல்லபடியாக பூர்ண ஆரோக்கியத்தோட நார்மல் டெலிவரியில் பிறந்தது. நார்மல் டெலிவரியில் பிறந்தது. குழந்தை பிறந்து 3 மாதம் ஆச்சு. ஷி இஸ் கம்ப்ளீட்லி ஆல் ரைட். தேங்க்யூ ஜீசஸ். பிரைஸ் தி லார்ட். ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി കൈ എടുത്ത് കർത്താവിനെ ആരാധിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ ജീവിതങ്ങളിലേക്കും ഓരോ സ്ഥാപനങ്ങളിലേക്കും ഈ സമയം യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായൊരു അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ എത്തിച്ചേരാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടായ്മയിലേക്ക് ചേർക്കുക. നിങ്ങൾ ഏതെങ്കിലും കുടുംബത്തിന് ഫോൺ ചെയ്ത് ഈ കാര്യത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്ത് നിങ്ങളുടെ പരിചയമുള്ള കുടുംബങ്ങൾ അറിയിക്കുക. എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥന പങ്കുചേരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: രക്ഷിതാവായ യേശുവേ,
രക്ഷിതാവായ യേശുവേ, മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, ജ്ഞാനത്തിന്റെ ഉറവിടമേ, ജ്ഞാനത്തിന്റെ ഉറവിടമേ, സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം അയക്കണമേ. സ്വർഗ്ഗത്തിൽ നിന്നും ജ്ഞാനം അയക്കണമേ. ഈ തിരുവചനങ്ങൾ കേൾക്കുവാൻ ഈ തിരുവചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇപ്പോൾ മോചിപ്പിക്കണമേ. യേശുവേ, വഴക്കിലും പിണക്കത്തിലും കലഹത്തിലിരിക്കുന്ന ബന്ധങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ സാത്താന്യ പീഡകൾ തകർന്നു പോകട്ടെ. കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും അന്ധകാര സൈന്യനിരകളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തിയപ്പോൾ സ്തുതിക്കുക. ഓരോ കുടുംബങ്ങൾക്കും, ഓരോ കുടുംബത്തിലെ ദൈവിക അന്തരീക്ഷങ്ങളും പരാജയപ്പെടുത്താൻ പ്രാർത്ഥന, ദൈവഭക്തി, ദൈവവചനം, ധ്യാനം, സ്നേഹം, ക്ഷമ, കൂട്ടായ്മ, ഈ മേഖലകളിൽ പരാജയമുണ്ടാക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന എല്ലാ നാരകീയ സേനകളും ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ. ദൈവത്തിന്റെ ജ്ഞാന ചൈതന്യത്തിന് വേണ്ടി ഓരോ കുടുംബങ്ങളും തുറക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഓ, ദൈവത്തിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ അത്യുന്നത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ സാത്താന്യപരങ്ങൾ ബന്ധിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അന്ധകാര ശക്തി ശാസിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിലും പിടിമുറുകിയിരിക്കുന്ന എല്ലാ ആധിപത്യ ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവ മിത്രങ്ങളാക്കുന്ന ജ്ഞാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ദൈവം വളരെ സ്നേഹിക്കുന്ന ഒരു ജീവിത അന്തസ്സിനെ കുറിച്ച് തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുത്തലുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതത്തിലാണ് നാം അത് വായിക്കുന്നത്. ലോകത്തിൽ പണ്ഡിതന്മാരുണ്ട്, ലോകത്തിൽ വലിയ സ്ഥാനങ്ങളിരിക്കുന്ന പദവിയിലിരിക്കുന്നവരുണ്ട്, പ്രതാപത്തിരിക്കുന്നവരുണ്ട്, ഭരണകർത്താക്കളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ദൈവം ആരെയാണ് കൂടുതലായി വിലമതിക്കുന്നത്? ഒരു ദൈവവചന വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 7:27. നമുക്ക് ഒരുമിച്ച് പറയാം. ദൈവം മറ്റെന്തിനേക്കാൾ ഉപരിയായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ദൈവം മറ്റെന്തിനേക്കാൾ ഉപരിയായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക്, വിശുദ്ധ ചേതനകളിലേക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, അങ്ങോട്ട് മേർജ് ചെയ്ത് കഴിയുമ്പോൾ, അങ്ങോട്ട് ലയിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ഈ ചേതനകളെ ജ്ഞാനം രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മിത്രമാക്കി നമ്മളെ ജ്ഞാനം മാറ്റുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരാക്കി ജ്ഞാനം മാറ്റുന്നു. ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരാക്കി ഈ ജ്ഞാനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള അച്ഛൻ്റെ അനുഭവം എന്നോട് പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. ആ അച്ഛൻ നല്ല കഴിവുള്ള അച്ഛനാണ്, ധാരാളം പഠിപ്പുള്ള അച്ഛനാണ്. ഒരുപാട് ലോകപ്രകാരം, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപാട് മേന്മയും ഒരുപാട് സിദ്ധികളും ഒരുപാട് മികവുമുള്ള അച്ഛനാണ്. നന്നായി സംഘടിപ്പിക്കും, നന്നായി പാട്ടുപാടും, നല്ല ലീഡറാണ്, നല്ല നേതൃത്വ പാഠമുണ്ട്, ഒരുപാട് നന്മകളുള്ള അച്ഛനാണ്.
ആ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്? അച്ഛൻ തിരുപ്പട്ടം കിട്ടി ഏതാണ്ട് 17 വർഷക്കാലം ഈ കഴിവുകൾ ഇതെല്ലാം കൂടെ അങ്ങനെ ഇതാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് ചിന്തിച്ചു പോയി. എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തി, ഒരുപാട് വലിയ പല സ്കൂളുകളും പല കാര്യങ്ങളും നടത്തി. നേരം വെളുക്കുമ്പോൾ 4-5 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 11-12 മണി വരെ രാപകലില്ലാതെ ചത്തു പണിയെടുത്ത് എല്ലാ സ്ഥാപനവും നല്ല വിജയത്തിലായി. തൊട്ടതെല്ലാം പൊന്നാകുന്ന വിധത്തിലുള്ള ജീവിതം. അപ്പം അച്ഛൻ ചിന്തിച്ചു ഇതാണ് നല്ല ജീവിതമെന്ന്. എന്നാൽ ദീർഘമായ 17 വർഷങ്ങൾ അതിനുശേഷം ഒരു നാൾ അച്ഛന് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. അട്ടപ്പാടി സജീവൻ ധ്യാനകേന്ദ്രം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചൈതന്യം, ഒരു ജ്ഞാന ചൈതന്യം അച്ഛൻ്റെ വിശുദ്ധ ചേതനയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ വർക്കുകൾ, ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കഠിനാധ്വാനം, ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത അച്ഛനാണ്. അച്ഛൻ പറയുകയാണ് അതെല്ലാം ചപ്പും ചവറും പോലെയും ഉച്ഛിഷ്ടം പോലെയും തോന്നാൻ തുടങ്ങി. എന്നിട്ട് അച്ഛൻ പറയണം അച്ഛന് കൂടുതൽ പ്രാർത്ഥിക്കണം, അച്ഛന് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം, അച്ഛന് കൂടുതൽ ദൈവസ്വരം കേൾക്കണം, അച്ഛന് ദൈവത്തിൻ്റെ മുഖം കാണണം, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ ജീവിതം മുഴുവൻ ഒരിക്കൽ കൂടെ സമർപ്പിക്കാൻ അച്ഛൻ്റെ ഉള്ളിൽ അതിശക്തമായൊരു തുറവി. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛൻ്റെ കരങ്ങളിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇന്ന് ജനത്തിന് മുമ്പിൽ അച്ഛനെ ദൈവം പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഒരു മിത്രം എന്ന നിലയിൽ പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ ചിന്തിച്ച് വിശുദ്ധ ചേതനയിലേക്ക് ജ്ഞാനം പ്രവേശിച്ചപ്പോൾ അപ്പോൾ മുതൽ ദൈവത്തിന് പ്രീതികരമായ വഴികളിലൂടെ നടക്കാൻ ആ ജ്ഞാനം പരിശീലനം നൽകി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൽ 18-ാം തിരുലിഖിതമാണ്. വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. ഏറ്റു പറയാം, ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 19-ാം തിരുലിഖിതം, അങ്ങേക്ക് പ്രസാദമുള്ളവ ജ്ഞാനം അവരെ അഭ്യസിപ്പിച്ചു. ദൈവത്തിന് പ്രസാദമുള്ളത് അഭ്യസിപ്പിക്കുന്നത് ജ്ഞാനമാണ്. അതാണ് 9-19 വായിക്കാം. അങ്ങേക്ക് പ്രസാദമുള്ളവ ജ്ഞാനം അവരെ അഭ്യസിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിന് വേണ്ടി കാരണം നമുക്ക് ഇവിടുന്ന് അവിടുന്നോ സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു പുസ്തകം വായിച്ചോ ഒരു ക്ലാസ്സിൽ പോയിരുന്നോ സ്വീകരിക്കാൻ പറ്റുന്നതല്ല ഈ ജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 17-ാം തിരുലിഖിതത്തിലാണ്. ജ്ഞാനം 9:17. കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങളിൽ നിന്ന് വർഷിക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പൊ ഉന്നതങ്ങളിൽ നിന്ന് വർഷിക്കപ്പെടേണ്ടതാണ് ഈ ജ്ഞാനം. ദൈവത്തോട് ചോദിച്ചിട്ട് വേണം ഈ ജ്ഞാനം സ്വീകരിക്കാൻ. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം, യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. ഹല്ലേലൂയ. ജ്ഞാനം കുറവുള്ള ഒരു കർത്താവിനോട് ചോദിക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 7-ാമത് തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറയാം, ഞാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു,
എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവം പറഞ്ഞിരിക്കുന്നത് ജ്ഞാന ചൈതന്യത്തിന് വേണ്ടി ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, ചിന്തിച്ചു നോക്കിയേ, ആ പിണ്ണാക്കും ആ കാടിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ പശു അല്ലെങ്കിൽ ആ പുല്ല് തിന്നുന്ന എരുമ, എന്താ വ്യത്യാസം? ജ്ഞാനമില്ലെങ്കിൽ നമ്മളും ഈ ലോകത്തിലെ മറ്റ് ജീവികൾ തമ്മിൽ എന്താ വ്യത്യാസം? ഈ ലോകത്തിലെ മറ്റ് ജീവികളിൽ നിന്ന് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത് ജ്ഞാന ചൈതന്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരിലാണ് ദൈവം തന്നെ അംഗീകാരം വെച്ചിരിക്കുന്നത്. സഭാപ്രസംഗ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 1-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. സഭാപ്രസംഗകൻ 5:1, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ്, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ ഇതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ അരികിൽ നിന്ന് കേട്ട് കേട്ട് ജ്ഞാനം കൊണ്ട് നിറയുന്നവരെയാണ് ദൈവം അംഗീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം കൊണ്ട് നിറയണം. ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുലിഖിതം, ദഹനബലികളല്ല, ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ കുറെ പഠിച്ചു, കുറെ ക്ലാസ്സിൽ പോയി, കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആകാശത്തെ കുറിച്ച് പഠിക്കാം, കടലിനെ കുറിച്ച് പഠിക്കാം, വനത്തെ കുറിച്ച് പഠിക്കാം, മൃഗങ്ങളെ കുറിച്ച് പഠിക്കാം, നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാം. അങ്ങനെ കുറെ അറിവുണ്ടായി എന്നതുകൊണ്ട് മാത്രം നമ്മൾ ജ്ഞാനികളാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറെ അറിവുണ്ടായത് കൊണ്ട് മാത്രം അത് കേവല വിജ്ഞാനമത്രേ. അത് ഈ ലോകത്തെ കുറിച്ചുള്ള വെറും വിജ്ഞാനം തന്നെ. അതിനെക്കുറിച്ച് കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല. വിശുദ്ധ പൗലോസ്ലീഹ സൗലായിരുന്ന കാലം അദ്ദേഹം ഗമാലിയലിന്റെ പാദങ്ങളിൽ നിന്ന് ഒരുപാട് അറിവ് നേടി. വലിയ അറിവിന്റെ മനുഷ്യനായിരുന്നു, വലിയ വിജ്ഞാനത്തിന്റെ മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം യേശു ക്രിസ്തുവിലുള്ള ജ്ഞാനത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ലോകത്തിന്റെ വിജ്ഞാനം ചപ്പും ചവറും പോലെയും അദ്ദേഹത്തിന് തോന്നി. യേശു ക്രിസ്തുവിലുള്ള ജ്ഞാനത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ മറ്റെല്ലാം അദ്ദേഹം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജ്ഞാന ചൈതന്യം ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ ദൈവത്തിൽ നിന്ന് ജ്ഞാന ചൈതന്യം കൊണ്ട് നിറഞ്ഞ അത്ഭുതകരമായ ഒരു ദൈവദാസൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മിത്രങ്ങളും ദൈവത്തിന്റെ പ്രവാചകരുമാക്കുന്നത് ദൈവം നൽകുന്ന ജ്ഞാനമാണ്. ഒരു മനുഷ്യന് വിലയുണ്ടാക്കുന്നത് ദൈവം നൽകുന്ന ജ്ഞാനമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. കുടുംബം മുഴുവൻ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രിയങ്കരമായ ഒരു കാര്യമാണ്. എല്ലാ വഷളത്വങ്ങളും പോഷത്വങ്ങളും നീങ്ങിപ്പോകാൻ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നമ്മൾ അന്തരംഗം നിറയണം. എല്ലാവരും സാധിക്കുന്നവർ ഉറക്കെ സ്തുതിക്കട്ടെ. ഓരോ കുടുംബങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഇപ്പോൾ എവിടെയാണോ നിങ്ങൾ സമ്മേളിച്ച് അവിടെ മുഴുവൻ ദൈവത്തിന്റെ സ്തുതിപ്പുകൾ കൊണ്ട് ദൈവ ആരാധനയുടെ സ്വരം കൊണ്ട് നിറയട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആദരം തുറന്ന് സ്തുതിക്കുന്നു. ഓ സർവശക്തനായ ദൈവമേ, ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ ജ്ഞാന ചൈതന്യം വ്യാപരിക്കട്ടെ. അന്ധകാരങ്ങൾ പിളർന്ന് ദൈവജ്ഞാനം വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ മോഷത്വങ്ങളും വിട്ടുപോകട്ടെ. എല്ലാ തരത്തിലുള്ള ഭോഷ്കുകളും മാറിപ്പോകട്ടെ. അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. വഷളത്വങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദൂർചിന്തകൾ വിട്ടുപോകട്ടെ. ദുർബുദ്ധി നിർവീര്യമാകട്ടെ. ദൈവകൃപ നിറയട്ടെ. ദൈവിക ജ്ഞാനം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന.
ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 26-ാം തിരുലിഖിതം, ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ ജ്ഞാനം പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. Come, Lord Jesus. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ, തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. 2 കരങ്ങളും ഉയർത്തി കുടുംബത്തിൻ്റെ എല്ലാ അന്തരീക്ഷങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാ ദൈവമക്കളും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. Come, Lord Jesus. എൻ്റെ പേര് ധന്യ. ഞാൻ +1 പഠിക്കുന്നു. ഞാൻ കുവൈറ്റിൽ നിന്ന് വരികയാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വിയൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് വയറുവേദനയും ഛർദിലൊക്കെ ആയിരുന്നു. അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പോൾ അവർ അസിഡിറ്റി ആണെന്ന് പറഞ്ഞ് കുറേ മരുന്ന് തന്നു. അത് അപ്പോൾ കഴിക്കുമ്പോൾ അപ്പോൾ മാറും, പിന്നെയും വരും. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയി. 2010 ഞാൻ എൻ്റെ വെക്കേഷന് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ വേദന ഭയങ്കര ഗുരുതരമായി. എന്നിട്ട് ഞങ്ങൾ 2-3 ഹോസ്പിറ്റലിലേക്ക് ഇവിടെയൊക്കെ പോയി. അപ്പോൾ അവരും പറഞ്ഞത് അസിഡിറ്റി ആണ് എന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചു. എന്നിട്ട് ഞങ്ങൾ കുവൈറ്റിൽ ചെന്നപ്പോൾ എൻ്റെ കണ്ണും എൻ്റെ മേലും മൊത്തം മഞ്ഞിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയായി. അപ്പോൾ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ അഭിഷേകാഗ്നി പരിപാടി കാണുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ഞായറാഴ്ച രാത്രി പിന്നെ ടിവിയിലുള്ള അഭിഷേകത്തിന് പ്രോഗ്രാം പുനഃസംപ്രേഷണം വെള്ളിയാഴ്ചയുണ്ട്. അത് ഇവരവിടെ നിന്ന് കണ്ടു പ്രാർത്ഥിക്കും. കണ്ടു പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ യേശുവിനോട് പറഞ്ഞു, എനിക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്ത് സുഖം പ്രാപിച്ചാൽ ഞാൻ അഭിഷേകത്തിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു നല്ല ഡോക്ടർ എന്നെ സോണാർ ചെയ്തപ്പോൾ എൻ്റെ ബയൽഡക്റ്റ് ഫുൾ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു. സ്റ്റോൺസ് കല്ല് ആണെന്ന് പറഞ്ഞ് അവർ ഫുൾ ബ്ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു ഡോക്ടർ എൻ്റെ ERCP ചെയ്ത് അത് എടുത്തു കളഞ്ഞു.
പെട്ടെന്നാണ് അവർ ഡയഗ്നോസ് ചെയ്തത് എൻ്റെ ലിവറിൻ്റെ അടുത്ത് ഒരു സിസ്റ്റ്, ഒരു ഗ്രോത്ത് വളരുന്നുണ്ട്. അത് പല ഡോക്ടേഴ്സും പറഞ്ഞു അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ അഭിഷേകനിൽ കണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ, ഒരു വിദഗ്ധനായ ഡോക്ടർ, വെല്ലൂരിലൊരു ഹോസ്പിറ്റലിൽ ഡോക്ടർ കുവൈറ്റിൽ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിനെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് അവിടെ ഇപ്പം എടുത്ത് കളയണ്ട, കാരണം അത് ഇപ്പം കുഞ്ഞിനെ ബാധിക്കുന്നില്ലല്ലോ, അപ്പോൾ അത് എടുത്ത് കളയണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ബാധിച്ചാൽ എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായി. എന്നിട്ട് പിന്നെ അത് വളർന്നാൽ എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും പപ്പയും ഏട്ടനും ഒക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് വളരരുതെന്ന്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാർച്ച് ഫെബ്രുവരി ആ സമയത്ത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു ആ സിസ്റ്റർ കൂടുന്നതിന് വരം കുറഞ്ഞിരിക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിപ്പോൾ 0.8 സെൻറ്റിമീറ്റർ ആയിട്ട് കുറഞ്ഞു. എന്നിട്ട് ഡോക്ടറിനകത്ത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ആ സെയിം റിസൾട്ട് തന്നെയാണ് വന്നത്. ദൈവത്തിന് 1000 നന്ദി. ചെറുപ്പകാലം മുതലുള്ള ഒരു രോഗപടി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്രയോ ഡോക്ടേഴ്സിനെ കാണിച്ചു. അവസാനം ശാലോൺ ടിബല്ല സഹ്യോന്യാനന്ദ അഭിഷേക് വട്ടായിലച്ചന്റെ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമേ ഒരു വഴി തുറന്നിടണം. പ്രിയപ്പെട്ട അപ്പൊ തന്നെ ദൈവം മൂടൽ അങ്ങോട്ട് മാറ്റി അടുത്ത ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യം എന്താണെന്ന് വെളിപ്പെടുത്തി കിട്ടി. പിന്നെ നിങ്ങൾ ചോദിക്കുക, നാളുകളായിട്ട് അഭിഷേകത്തിന് പ്രോഗ്രാം തന്നെ ഇരുന്ന് കണ്ടങ്ങോട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഘട്ടം ഘട്ടമായിട്ട് ഓരോ മേഖലയിലും കർത്താവ് സൗഖ്യം നൽകി. ഹല്ലേലൂയ. ഇരുവശങ്ങൾക്ക് അനങ്ങി കൈയടിച്ച് പാട്ട് പാടി കർത്താവിന്റെ മഹത്വം കൊടുക്കട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം നന്നായിട്ട് അനങ്ങി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus.